നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭർത്താവിന്റെ മരണശേഷം ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്ന വയോധികയ്ക്ക് അഭയമൊരുക്കി ആൽഫ ആശിഷ് കെയർ ഹോം. 77 വയസ്സുള്ള തൃശൂർ എടമുട്ടം കഴിയുമ്പ്രം സ്വദേശിനി കാട്ടാമ്പുള്ളി മോഹനന്റെ ഭാര്യ കാർത്യായനി ഭർത്താവിന്റെ മരണശേഷം തനിച്ചാണ് താമസിച്ചിരുന്നത്. 12 വർഷമായി ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പെൻഷൻ ലഭിച്ചിരുന്ന ഇവർക്ക് മക്കളോ അടുത്ത കുടുംബാംഗങ്ങളോ ഇല്ല. സ്വന്തമായി ജീവിതം നയിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവരെ ആൽഫ തറവാട്ടിലെ ആശിഷ് കെയർ ഹോമിലേക്ക് കൊണ്ടുവന്നത്. കെയർ ഹോം മാനേജർ താഹിറ മുജീബ്, ട്രസ്റ്റ് ഓഫീസ് സെക്രട്ടറി വിമല വേണുഗോപാൽ എന്നിവരാണ് കാർത്യായനിയെ കൊണ്ടുവരുന്നതിന് മുൻകൈയെടുത്തത്. തൃശൂർ പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആരിഷ് ക്ലബിന്റെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ രതി നിർവഹിച്ചു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ വിസ്മയ വേണുഗോപാൽ ക്ലാസ് നയിച്ചു. സ്റ്റുഡന്റ് കോർഡിനേറ്റർ ബിജാസ്പ്രിൻ ബിജു, പ്രോഗ്രാം ഓഫീസർ റിജോ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ അനഘ എന്നിവർ സംസാരിച്ചു. ആൽഫ കൊല്ലം സെന്റർ അവലോകന യോഗം ഡിസംബർ 6 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കൊല്ലം സെന്ററിൽ ചേരും. ഡിസംബർ 12 പ്രവർത്തനങ്ങളുടെ 1 വർഷം പൂർത്തിയാകുന്ന വേളയിൽ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായാണ് യോഗം ചേരുന്നത്. കൂടുതൽ സന്നദ്ധ പ്രവർത്തകരെ ചേർത്ത് കൂടുതൽ പേരിലേക്ക് സേവനങ്ങൾ എത്തിക്കുന്നതിനുമുള്ള നിരന്തര ശ്രമത്തിലാണെന്ന് ഭാരവാഹികൾ. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിക്കും. ആൽഫയുടെ വിവിധ സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന ജൂനിയർ നഴ്സുമാരുടെ പരിശീലന പരിപാടിയുടെ 3ാമത്തെ ബാച്ചിന്റെ ആദ്യ പരിശീലനത്തിന് ഇന്ന് ആൽഫ തറവാട്ടിൽ തുടക്കമായി. 10 പേരാണ് പുതിയ ബാച്ചിൽ പരിശീലനത്തിനായി എത്തിയത്. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, സിസ്റ്റർ ബേബി, ട്രെയിനിംഗ് കോർഡിനേറ്റർ ദിവ്യ വൈശാഖ് എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.